ക്ഷേമ പെൻഷൻ ക്രമക്കേടിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ. തട്ടിപ്പിൽ കടുത്ത നടപടികളിലേക്ക് പോകുന്നു. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തും. കോട്ടയ്ക്കൽ നഗരസഭയിൽ ക്രമക്കേടിന് കൂട്ടുനിന്നവർക്കെതിരെയാണ് അന്വേഷണം. കോട്ടയ്ക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലാണ് നിർദ്ദേശം നൽകിയത്. പെൻഷൻ അർഹത സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ, വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ, പെൻഷൻ അനുവദിച്ചു നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നടപടി സ്വീകരിക്കാൻ ഭരണവകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന തുടർ നടപടികൾ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യാനും ധനവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ കെ.ആർ. സാജു ചേരുകയാണ്. സാജു, പെൻഷൻ വാങ്ങിയവർ മാത്രമല്ല, ഈ തട്ടിപ്പിന് കൂട്ടുനിന്നവരും കുടുങ്ങുമെന്ന ഉറപ്പായി അല്ലേ? അതെ, തീർച്ചയായും സർക്കാർ ഉദ്യോഗസ്ഥരിൽ പെൻഷൻ വാങ്ങിയവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ നേരത്തെ സർക്കാർ തീരുമാനമെടുത്തിരുന്നു. നമ്മളത് റിപ്പോർട്ട് ചെയ്തതാണ്. 1458 പേരിൽ നിന്നും പണം പലിശ സഹിതം തിരിച്ചുപിടിക്കാനും അവർക്കെതിരെ സർവീസ് തല അച്ചടക്ക നടപടികളിലേക്ക് കടക്കാനുമാണ് തീരുമാനിച്ചത്. ഇതിനു പുറമെയും പെൻഷൻ പട്ടികയിൽ, ക്ഷേമ പെൻഷൻ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ ഉണ്ട് എന്നാണ് ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ക്രമവിരുദ്ധമായി അനർഹർ പട്ടികയിലേക്ക് വന്നതിന് കാരണക്കാർ ഇത് സംബന്ധിച്ച് ക്രമക്കേടിന് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ കൂടിയാണ്. അവർക്കെതിരെയും അതിശക്തമായ നടപടികളിലേക്ക് പോകാൻ ധനകാര്യ വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ ആദ്യപടിയാണ് കോട്ടയ്ക്കൽ നഗരസഭയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിലുള്ള ശുപാർശ ധനകാര്യ വകുപ്പ് മന്ത്രി കൈമാറിയിരിക്കുന്നത്. ഇതുപ്രകാരം കോട്ടയ്ക്കൽ നഗരസഭയിലെ 7ാം വാർഡിലെ ആകെയുള്ള 42 ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരുടെ എണ്ണം 42 ആകെയുള്ളത്. അതിൽ 38 പേരും അനർഹരാണ് എന്ന് ധനകാര്യ പരിശോധനാ വിഭാഗം കണ്ടെത്തുകയായിരുന്നു. അതിൽ തന്നെ ഏറ്റവും രസകരമായ സംഭവം, BMW കാറിന്റെ ഉടമകൾ പോലും ഈ ക്ഷേമ പെൻഷൻ എന്ന 1600 രൂപ പ്രതിമാസം കൈപ്പറ്റി എന്നുള്ളതാണ്. ഇതിനു പുറമെ 2000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുള്ളവർ, വീട് എയർ കണ്ടീഷൻ ചെയ്ത ജീവിത സാഹചര്യങ്ങളോടുകൂടി കഴിയുന്നവർ ഒപ്പം തന്നെ സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവർ അടക്കമുള്ളവരാണ് ഇത്തരത്തിൽ ക്രമക്കേട് നടത്തിയത്. ഇതിന് ഉദ്യോഗസ്ഥ തലത്തിൽ കൂട്ടുനിൽക്കാതെ കഴിയില്ല എന്ന വിലയിരുത്തലിലേക്കാണ് ധനകാര്യ പരിശോധനാ വിഭാഗം എത്തിയിരിക്കുന്നത്. അവർ ധനകാര്യ വകുപ്പിന് കൈമാറിയിരിക്കുന്ന റിപ്പോർട്ടിൽ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് 3 തരത്തിലുള്ള ക്രമക്കേടിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പെൻഷൻ അർഹത സംബന്ധിച്ച അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ, വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച ഉദ്യോഗസ്ഥർ, പെൻഷൻ അനുവദിച്ചു നൽകിയ ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ 3 തലത്തിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കോട്ടയ്ക്കൽ നഗരസഭയിൽ ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിലേക്ക് സർക്കാർ കടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന തുടർ നടപടികൾ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യണമെന്നും ധനവകുപ്പ് വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണ പുരോഗതി ഓരോ മാസവും വിലയിരുത്താനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. ഈ 7ാം വാർഡിലെ കാര്യങ്ങളിൽ പരിശോധിക്കുമ്പോൾ മിക്കവരുടെയും വീട് 2000 ചതുരശ്ര അടിക്ക് മുകളിലായിരുന്നു എന്നാണ് ആ പരിശോധന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു വാർഡിൽ ഇത്തരത്തിൽ കൂട്ടത്തോടെ കൂടി അനർഹർ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടതിന് പിന്നിൽ അഴിമതിയും ഗൂഢാലോചനയും നടന്നിട്ടുണ്ട് എന്നാണ് ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് കോട്ടയ്ക്കൽ നഗരസഭയിലെ മുഴുവൻ സാമൂഹിക സുരക്ഷാ പെൻഷനുകാരെയും പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള തീരുമാനം കൂടി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതായത് ആ നഗരസഭയിൽ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരുടെ പട്ടിക മുഴുവൻ പരിശോധിച്ച് അതിൽ എത്രത്തോളം അനർഹർ ഉണ്ട് എന്ന് കണ്ടെത്താനുള്ള ഒരു തീരുമാനം കൂടി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് ധനകാര്യ വകുപ്പ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം പരിശോധന സംസ്ഥാന വ്യാപകമായി നടത്താനും അങ്ങനെ അനർഹരെ ആകെ കണ്ടെത്തിക്കൊണ്ട് പട്ടികയിൽ ഒരു ശുദ്ധീകരണം നടത്താനുമാണ് നീക്കമെന്നാണ് ധനകാര്യ വകുപ്പിലെ വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന സൂചന. അതിൽ ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളുടെ അർഹത സംബന്ധിച്ച് കൃത്യമായ ഇടവേളകളിൽ വിലയിരുത്തണം എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം അടുത്ത ഘട്ടത്തിൽ നൽകും എന്ന് നമുക്ക് ഇപ്പോൾ ധനകാര്യ വകുപ്പിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. രേഷ്മ, ഒരു വാർഡിൽ തന്നെ ഇത്തരത്തിൽ കൂട്ടത്തോടെ അനർഹർ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയും അഴിമതിയും നടന്നിട്ടുണ്ട് എന്നാണ് സംശയിക്കുന്നത്. അനർഹരായ ആളുകൾക്കെതിരെയും ഒപ്പം ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും കടുത്ത നടപടി ഉണ്ടാകും. കടുത്ത നടപടിക്കുള്ള നിർദ്ദേശമാണ് സർക്കാർ നൽകുന്നത്. വിവരങ്ങളാണ് കെ.ആർ. സാജു നൽകിയത്.